നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. യോഹന്നാൻ 14:1. യേശുവിന്റെ വിടവാങ്ങൽ വചനങ്ങൾ യോഹന്നാൻ 14 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ധാരാളം പ്രതികൂല സാഹചര്യങ്ങളിൽ ഹൃദയം കലങ്ങിക്കൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരോടെല്ലാവരോടുമായി യേശു കർത്താവിന്റെ ആശ്വാസ വചനമാണ്. എന്തുകൊണ്ട് നാം ഹൃദയം കലങ്ങേണ്ടതില്ല എന്നതിന് പ്രത്യാശയുള്ള 5 വചനങ്ങൾ ഈ 14 അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവയിൽ ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കായി ഒരു നിത്യഭവനം ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ 14:2-3 വചനങ്ങൾ. ഈ ലോകത്തിൽ വലിയ സൗധങ്ങൾ പണിത് ജീവിക്കുന്നവർ ധാരാളമുണ്ട്. സ്വന്തമായി ചെറുഭവനങ്ങൾ ഉള്ളവരും അനേകർ ഉണ്ട്. ഒരു ഭവനം ഇല്ലാതെ വാടക കൊടുത്ത് ദുരിതത്തിൽ ഇരിക്കുന്നവരും വീടില്ലാതെ അലഞ്ഞു നടക്കുന്നവരും നമുക്കും ചുറ്റും കാണുവാൻ കഴിയും. അവരോടെല്ലാം യേശു പറയുകയാണ്, ഈ ഭൗതിക ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും സാരമില്ല. ഈ ലോകത്തിലെ സ്വന്തമായ ഭവനം ഇല്ലെങ്കിലും നിനക്കായി ഒരു ഭവനം സ്വർഗത്തിൽ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ശാരീരിക വേദനയും രോഗവും ശാരീരികമാകുന്ന ഭവനത്തെ നശിപ്പിച്ചാലും നിനക്കായി നിത്യമായ ഒരു ഭവനം സ്വർഗത്തിൽ ഒരുങ്ങുന്നുണ്ട്. ഇത് പരിപൂർണമായി വിശ്വസിച്ച ഇയ്യോബ് പ്രത്യാശയോടെ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ഇയ്യോബ് 19:26-27 വചനങ്ങൾ. വേദനയുടെയും ദുരിതത്തിൻ്റെയും കാലം കഴിഞ്ഞാലും കർത്താവിനെ മുഖാമുഖം നിത്യമായ ഭവനത്തിൽ കാണും എന്ന് ഇയ്യോബ് പ്രത്യാശിച്ചു. നമ്മുടെ ഹൃദയം കലങ്ങിടേണ്ട. കാരണം നമുക്ക് ആശ്വസിക്കുവാൻ ഒരു ശാശ്വത ഭവനമുണ്ട്. 2, നമുക്ക് ഒരു വഴിയുണ്ട്. പലരും പ്രശ്നങ്ങൾ വരുമ്പോൾ പറയാറുണ്ട്, ഒരു വഴിയും കാണുന്നില്ലല്ലോ എന്ന്. നാം കലങ്ങേണ്ടതില്ല. കാരണം യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആര് പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാൻ 14:6 വചനം. ഇന്നത്തെ തലമുറ എങ്ങോട്ട് പോകുന്നു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ മക്കൾ ഏത് വഴി പോകുന്നു എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്നത്തെ സമൂഹവും ലോകവും ഏത് വഴിയിൽ പോകുന്നു എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നാശത്തിൻ്റെ പാത ഇമ്പകരവും വഴി വിശാലവുമാണ്. ഒരുവന് ആ വഴി ചൊവ്വായി തോന്നും, എന്നാൽ ആ വഴി നാശകരം എന്ന് അവൻ പിന്നീട് അറിയും. ആ വഴിയിൽ കൂടി പോയാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ഇല്ല. ക്രിസ്തുവാണ് ഏക വഴി. ആ വഴിയിൽ കൂടി നാം നടന്നാൽ നമ്മുടെ മക്കളും ആ വഴി സഞ്ചരിക്കും. ക്രിസ്തുവിൻ്റെ വഴി അത് പൊതു വഴിയാണ്. എല്ലാവർക്കും ജാതി മത ഭേദമന്യേ അതിൽ കൂടി കടക്കാം. ആ വഴി കണ്ടെത്തുന്നവർ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവരാണ്. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. അതിന് വിശുദ്ധ വഴി എന്ന പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല. അവൻ അവരോടുകൂടെ ഇരിക്കും. വഴിപോക്കർ പോഷന്മാർ പോലും വഴി തെറ്റിപ്പോകുകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല. ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആ വകയെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 35:8-9 വചനങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിടേണ്ട. കാരണം
നിങ്ങൾക്ക് ഒരു വഴിയുണ്ട്, ക്രിസ്തുവാകുന്ന വഴി. 3, അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവമുള്ളതുകൊണ്ട് ഹൃദയം കലങ്ങേണ്ടതില്ല. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. യോഹന്നാൻ 14:13-14 വചനങ്ങൾ. ഹൃദയം കലങ്ങിപ്പോകാതിരിപ്പാൻ നമുക്ക് വിളിച്ചപേക്ഷിപ്പാൻ ഒരു നാമമുണ്ട്. ആരുമില്ലാതെ വഴിയരികിൽ ഭിക്ഷയാചിച്ചവൻ യേശു ആ വഴി പോകുന്നതറിഞ്ഞ് നിലവിളിച്ച് പറഞ്ഞു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. ആ അപേക്ഷ കേട്ടപ്പോൾ യേശു അവിടെ നിന്നു. നാം യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ യേശു അവിടെ നിൽക്കും. രക്തസ്രാവമുള്ളവൾ യേശുവിൻ്റെ വസ്ത്രം തൊട്ടപ്പോൾ രക്തസ്രാവം നിലച്ചു. ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ ദൈവീയ ശക്തി പകരപ്പെടും. നമുക്ക് വിളിച്ചപേക്ഷിക്കുവാൻ ഒരു നാമമുള്ളത് കൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങേണ്ടതില്ല. 4, സത്യത്തിൻ്റെ ആത്മാവിനെ നൽകിയതിനാൽ ഹൃദയം കലങ്ങേണ്ടതില്ല. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യോഹന്നാൻ 14:16 വചനം. ആരുമില്ല എന്ന് പറഞ്ഞ് നാം ഹൃദയം കലങ്ങേണ്ടതില്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവിനെയാണ്. ഈ ആത്മാവ് സകല ബലഹീനതകളിലും സന്തത സഹചാരിയായി നമ്മോടൊപ്പം വസിക്കും. നമ്മെ സകലത്തിലും വഴി നടത്തുവാൻ ഇടയാകും. 5, ദൈവത്തിൻ്റെ സമാധാനം നൽകപ്പെട്ടതിനാൽ ഹൃദയം കലങ്ങേണ്ടതില്ല. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. യോഹന്നാൻ 14:27. ഇന്ന് ലോകത്തിൽ സകലതും നേടിയിട്ടും സമാധാനമില്ലാതെ അലയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ലോകത്തിലുള്ളതൊന്നും നമുക്ക് ശാശ്വത സമാധാനം നൽകുകയില്ല. ഈ ലോകത്തിൽ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. എന്നാൽ പ്രതിസന്ധികളുടെ നടുവിൽ സമാധാനദാതാവായി യേശു ചാരെ ഉള്ളതിനാൽ നമ്മുടെ ഹൃദയം കലങ്ങേണ്ടതില്ല. യേശു തരുന്ന ഈ വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിച്ച് പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ നമുക്കും ഉത്സാഹിക്കാം. വാഗ്ദത്തം നൽകിയവൻ വിശ്വസ്തൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.